ഹലോ, ഇന്നത്തെ വീഡിയോ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ക്രീപ്പേഴ്സിനെയും അതുപോലെ ക്ലൈംബേഴ്സിനെയാണ് കളക്ട് ചെയ്യുന്നത്. ക്രീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മണ്ണിൽ എഴഞ്ഞെഴഞ്ഞ് വളരുന്ന പ്ലാന്റ്സ്, അതായത് ടർട്ടിൽ വെയിനൊക്കെ പോലെ. പിന്നെ മണി പ്ലാന്റ് ഇങ്ങനെ ചുറ്റിക്കയറി വളരുന്ന പ്ലാന്റ്സ് ആണ്. അതായത് എന്തെങ്കിലും മരത്തിലോ എന്തെങ്കിലും ഇങ്ങനെ ചുറ്റിക്കയറി വളരുന്ന പ്ലാന്റ്സിനെയാണ് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ഒരുപാട് നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇന്ന് കളക്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല. ടർട്ടിൽ വൈൻ്റെ ലീഫൊക്കെ പോലെ ഉണ്ട് കാണാൻ. ഇതൊരു ക്രീപ്പറാണ്. ഇങ്ങനെ മണ്ണിൽ എഴഞ്ഞെഴഞ്ഞ് വളരുന്ന പ്ലാന്റ് ആണ്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഈ ഒരു ടൈപ്പ് പ്ലാന്റിന് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും കാണാൻ പറ്റുന്ന കോമൺ ആയിട്ട് ഉള്ള പ്ലാന്റ് ആണെന്ന്. ഇതിൻ്റെ വേര് പൊട്ടിപ്പോകാതെ പറിച്ചെടുക്കാൻ നല്ല പാടാണ്. കാരണം ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് മാത്രമായിട്ട് ഇങ്ങനെ ഇളകിപ്പോരും, വേര് വരില്ല. അപ്പോൾ വേരുണ്ടെങ്കിലേ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത് എനിക്ക് കിട്ടിയ പ്ലാന്റും ഒരു ക്രീപ്പറാണ്. വാട്ടർ പോപ്പിൻ്റെ ലീഫൊക്കെ പോലെ ഇരിക്കുന്നൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ സ്റ്റെമ്മ് ഇങ്ങനെ മണ്ണിൽ ഇഴഞ്ഞു പോയിട്ട് പുതിയ ബഡ്സ് വന്ന് പുതിയ പ്ലാന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ കാണിച്ചതിനെ പോലെ എടുക്കാൻ വലിയ പാടില്ല. ഇതിങ്ങനെ എടുക്കുമ്പോൾ മണ്ണോട് ഇങ്ങനെ വന്നോളും. ഇതിനെ ഇവിടെയൊക്കെ പറയുന്നത് കുടങ്ങൽ എന്നാണ്. മെഡിസിനൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ളൊരു പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഈ പ്ലാന്റിനെയും ഹാങ് ചെയ്തിടാൻ പറ്റിയൊരു പ്ലാന്റാണ്. അടുത്ത് എനിക്ക് കിട്ടിയത് ഇത് ഫേണിൻ്റെ അടുത്ത് നിൽക്കുന്നില്ലേ, ആ ഒരു പ്ലാന്റിനെയാണ് കിട്ടിയത്. ഒരു തോടിൻ്റെ അടുത്താണ് ഞാനത് കണ്ടത്. ഇവിടെ കുറേ സെലാജിനെല്ലാം മോസൊക്കെ നിൽപ്പുണ്ട്. ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുവാണിത്. ഇതാണ് ആ തോട്. നല്ല തെളിഞ്ഞ വെള്ളമാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് എടുക്കുവാണ്. വേരോടെ വേണം എടുക്കാനായിട്ട്. സ്റ്റെമ്മ് മാത്രം കൊണ്ടുവച്ചാൽ അത് വളരില്ല. വേരോടെ പൊട്ടി പോവാതെ വേണം എടുക്കാൻ. ഇതിനെ ഞാൻ ഈ കല്ലിൻ്റെ ഇടയിൽ മാത്രമേ കണ്ടുള്ളൂ. വേറെ ഇടത്തൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അടുത്ത് എനിക്ക് കിട്ടിയതും നേരത്തെ കാണിച്ച പ്ലാന്റിനെ പോലത്തെ ഒരു പ്ലാന്റാണ്. പക്ഷേ അതിൻ്റെ ലീഫിൻ്റെ സൈസും ഷേപ്പൊക്കെ വേറെയാണ്. നല്ല ഹാർട്ട് ഷേപ്പ് ലീഫൊക്കെയാണ് ഉള്ളത്. ഇതും നേരത്തെ കാണിച്ച പോലെ റൂട്ട് പൊട്ടിപ്പോവാതെ എടുക്കണം. ഇതുവരെ കാണിച്ചതിനെക്കാട്ടിലും നല്ല ലെങ്ത് ഉള്ള ഒരു പ്ലാന്റിനെയാണ് അടുത്ത് എനിക്ക് കിട്ടിയത്. ഇതൊക്കെ വൈൻസാണെന്നാണ് തോന്നുന്നത്. നല്ല ഹാർട്ട് ഷേപ്പ് ലീഫൊക്കെയാണ് ഇതിനുള്ളത്. ഇവിടെ നിറഞ്ഞ് നിൽപ്പുണ്ട്, പക്ഷേ എനിക്കിതിൻ്റെ പേരറിയില്ല. എടുക്കാൻ വലിയ പാട് പെട്ടില്ല, കാരണം വേരോടെ അങ്ങ് വന്നു. ഇനി ഞാൻ കളക്ട് ചെയ്തത് കാണിക്കാം. ഈ ഒരു ടൈപ്പിന് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. 2 മൂട് തന്നെ കിട്ടിയുള്ളൂ. ഇതെനിക്ക് തോടിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ പ്ലാന്റാണ്. ഇതവിടെ ഒരുപാട് നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു, ഒരുപാട് കിട്ടി. ഇത് കുടങ്ങൽ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചില്ലേ, ആ പ്ലാന്റാണിത്. ഇതും എനിക്ക് ഒരുപാട് കിട്ടി. റൂട്ടൊന്നും പൊട്ടാതെ നല്ലതായിട്ട് കിട്ടി എനിക്ക്. ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചില്ലേ, ആ പ്ലാന്റാണ്. റൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഞാൻ നട്ടേക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് ഫസ്റ്റത്തെ. എൻ്റെ കയ്യിലാണെങ്കിലും പ്ലാന്റേഴ്സൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും കോക്കനട്ട് ഷെല്ലിലാണ് നട്ടത്. നല്ല ഹാങ്ങിങ് പ്ലാന്റേഴ്സിലൊക്കെ നട്ടാൽ ഇതിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും.
ഈ പ്ലാന്റ്സിനെ ഇൻഡോർ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇതെല്ലാം പുറത്ത് നിന്ന് വളരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ നല്ല സൺലൈറ്റ് വേണമെന്ന് തോന്നുന്നു. എല്ലാവരുടെ വീടിൻ്റെ അടുത്തും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിലും ഭംഗിയുള്ളതൊക്കെ ഉണ്ടാവും. എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.